ശബരിമലയിൽ സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിട്ടത് എ പത്മകുമാർ പറഞ്ഞിട്ടെന്ന് എൻ വിജയകുമാർ. സാമ്പത്തിക ലാഭം ആഗ്രഹിച്ചാണ് എൻ വിജയകുമാറും കെ പി ശങ്കരദാസും തട്ടിപ്പിന് കൂട്ടുനിന്നതെന്നാണ് SITയുടെ കണ്ടെത്തൽ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും ഗുരുതരമായ വീഴ്ച സംഭവിച്ചതായും അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു. എല്ലാം പത്മകുമാർ പറഞ്ഞിട്ട് അദ്ദേഹത്തെ വിശ്വസിച്ചുപോയി. രേഖകൾ പോലും വായിച്ചു നോക്കാതെ ഒപ്പിട്ടു. എൻ വിജയകുമാർ അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയാണിത്. ആത്മഹത്യ ചെയ്യാൻ പോലും തോന്നി. സർക്കാരിന് നാണക്കേടുണ്ടാക്കേണ്ടെന്ന് കരുതിയാണ് അന്വേഷണ സംഘത്തിന് മുന്നിൽ കീഴടങ്ങിയതെന്നും SITയോട് എൻ വിജയകുമാർ. എന്നാൽ പോറ്റിയെ അതിരുവിട്ട് സഹായിച്ചതിൽ എൻ വിജയകുമാറിനും പങ്കുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. മിനിറ്റ്സിൽ മാറ്റം വരുത്തിയിരുന്നു. ഇക്കാര്യം പത്മകുമാർ എൻ വിജയകുമാറിനെയും കെ പി ശങ്കരദാസിനെയും അറിയിക്കുകയും ചെയ്തു. ഇവരുടെ കൂടി അറിവോടെയാണ് സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിട്ടതെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിലായ എൻ വിജയകുമാറിനെ ജൂൺ 12 വരെയാണ് കോടതി റിമാൻഡ് ചെയ്തത്. വിജയകുമാറിനെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അതിനിടെ വിജയകുമാറിന്റെ ജാമ്യാപേക്ഷ കോടതി നാളെ പരിഗണിക്കും. മീഡിയ 1 തിരുവനന്തപുരം.